വാട്ട് ഹാപ്പൻഡ്? ഇല്ലാത്തൊരു പദ്ധതിയെ കുറിച്ച് എനിക്ക് ഞാനെന്ത് പറയാനാ? അങ്ങനെ ഒരു പദ്ധതി ഉള്ളതായി ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ഇത് ശൂന്യതയിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ്. ഈ ശൂന്യത ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ വൈക്കം നഗരസഭയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന PT സുഭാഷ് അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ DPR തയ്യാറാക്കണമെന്ന് കൃത്യമായിട്ട് പറയുകയും അതിന് 5 ലക്ഷം രൂപ ഫണ്ട് വയ്ക്കുകയും ചെയ്ത. എന്നിട്ടും നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു പദ്ധതി ഇല്ലെന്നാ. UDFന്റെ വൈസ് ചെയർമാനാണ്, നിങ്ങൾ ഓർക്കണം. അല്ല, അങ്ങനെ ഒരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു കാരണവശാലും ഒരു വികസന പ്രവർത്തനത്തെയും എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കോൺഗ്രസും UDFും. അങ്ങനെ ഒരു ചരിത്രമേ ഉണ്ടായിട്ടില്ല. വൈക്കത്ത് അങ്ങനെ ഒരു വികസനം വന്നു എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടല്ല. ദേശീയ ജനാധിപത്യ സഖ്യം കേന്ദ്രം ഭരിക്കുമ്പോൾ വൈക്കത്തെ സഹായിക്കാൻ വൈക്കത്തിന്റെ വികസനത്തിനായി പദ്ധതി അനുവദിക്കുകയും ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അന്ധമായ രാഷ്ട്രീയ വിരോധം കണ്ട് പദ്ധതികൾ അട്ടിമറിക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ആദരണീയനായ O രാജഗോപാൽ, കേരളത്തിന്റെ വികസനത്തിന്റെ അംബാസഡർ ആയിരുന്ന O രാജഗോപാൽ വൈക്കത്തേക്ക് ഒരു റെയിൽവേ ബൾബ് ലൈൻ അനുവദിച്ചു. ആ ബൾബ് ലൈൻ അനുവദിച്ചതിന്റെ പേരിൽ അന്നും ഷിബു നിങ്ങളുടെ പാർട്ടിയാണ് ഈ നഗരസഭ ഭരിക്കുന്നത്. ആ നഗരസഭ O രാജേട്ടന് ഈ നഗരസഭ കാളിൽ കൊണ്ടുവന്ന് സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിനു ശേഷം സ്വാഭാവികമായും ആ സർക്കാർ പോയി. അടൽജിയുടെ സർക്കാരിന്റെ അവസാന കാലമാണ്. ആ സർക്കാർ പോയി. പിന്നീട് വന്നത് സുജിനും ഷിബുവും ചേർന്ന് ഭരിച്ച UPAയുടെ ഗവൺമെന്റാ. ഇടതും വലതും മുന്നണികൾ ചേർന്ന് ഭരിച്ച UPAയുടെ സർക്കാർ വന്നു. ആ പദ്ധതി പിന്നീട് ഇവിടെ പുറം ലോകം കണ്ടിട്ടില്ല. അതിനുശേഷം വൈക്കത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഗരസഭയിൽ ഭരണത്തിന് വന്നു. പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണിയും വന്നു. 2 മുന്നണികൾ ഈ നഗരസഭ ഭരിക്കുമ്പോഴും ഇവിടെ ഗുരുതരമായ വളരെ കാര്യമായ ഗതാഗത പ്രശ്നമുള്ളപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്നല്ല ഇവിടെ മുൻ കൗൺസിലർ ഇവിടെ സൂചിപ്പിച്ചത്. 4 BJPയുടെ കൗൺസിലർമാർ അന്നുണ്ട്. ആ 4 കൗൺസിലർമാരും ചേർന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു നിവേദനം കൊടുത്തു. ഞങ്ങളുടെ നാട് വൈക്കം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വൈക്കമാണ്. ആ വൈക്കത്ത് ഞങ്ങൾക്ക് ക്ഷേത്ര നഗരവുമായി ബന്ധപ്പെട്ട ഒരു വികസന പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞ് സ്വാഭാവികമായ ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് പ്രാദേശിക ഭരണകൂടം എന്ന നിലയ്ക്ക് വൈക്കം നഗരസഭയിലേക്ക് PM ഓഫീസിൽ നിന്ന് ഒരു കത്ത് വരുന്നത്. എന്താ കത്ത്? ഈ നിർദ്ദേശം പരിഗണിച്ച് ഒരു DPR ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ. അതാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പൊതുമരാമത്ത് വകുപ്പാണല്ലോ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത്, DPR സമർപ്പിക്കേണ്ടത്. അന്ന് ഇവിടെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാരാണ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. UDF ആണ് നഗരസഭ ഭരിച്ചത്. ഈ 2 പേരും കൂടി ചേർന്നിട്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അതിന്റെ കാരണം എന്താ? ഈ പദ്ധതി ഇവിടെ വന്നാൽ, നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ പദ്ധതി വന്നാൽ അത് ജനങ്ങൾ തിരിച്ചറിയുകയും ഇവരോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര കാലമായി നടത്താൻ പറ്റിയില്ല എന്ന് ചോദിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നശിച്ചാലും വേണ്ടില്ല, മോഡിയുടെ പദ്ധതി വേണ്ട. അതാണ് ഈ ചേട്ടൻപാവയുടെയും അനിയമ്പാവയുടെയും പദ്ധതി. അല്ല സുജിൻ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെ കാണണം. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ നാളെ ആര് വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്ന് വർത്തമാനം പറയാതെ ഞാൻ പറഞ്ഞോട്ടെ. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ DPR ഉണ്ടാക്കാൻ ഒരു നഗരസഭാ കൗൺസിലിൽ ചർച്ച നടത്തണം. ആ നഗരസഭാ കൗൺസിലിൽ അജണ്ട വെക്കണം. അങ്ങനെ ഒരു നഗരസഭാ കൗൺസിലിലേക്ക് ഒരു അജണ്ട വരികയോ അത്തരമൊരു ചർച്ച നടത്തിയതായോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനോ എൻ്റെ പ്രസ്ഥാനമോ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതിനെ അത്തരമൊരു വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ നഗരസഭയിൽ ഉണ്ടായിരുന്ന BJPയുടെ കൗൺസിലർമാരുണ്ടായിരുന്നുവെങ്കിൽ